എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നമ്മളിന്ന് കാണിക്കുന്നത് ചിക്കൻ 65 ബിരിയാണിയാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ചിക്കൻ 65 ഉണ്ടാക്കുന്ന അതേ മസാല വെച്ചിട്ടാണ്. നമ്മളിവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പകരം കൈമ അരി വെച്ചിട്ടും ഇതേ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3/4 കിലോ ചിക്കൻ ലെഗ്സ് ആണ് എടുത്തിരിക്കുന്നത്. തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി മാറ്റിയിട്ടും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം പീസ് ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നും 2 ടീസ്പൂൺ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് അരിയില്ലാതെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ഇതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടൊരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ചേർക്കാനുണ്ട്. അത് മുട്ടയാണ്, കോഴിമുട്ട. കോഴിമുട്ട ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ്പ് ഫ്രൈയോ അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈയോ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ കുറച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ 65ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രൈ ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 2 വലിയ സവാള, അതുപോലെ ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വലിയ സൈസിലുള്ള സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വേണ്ടി വരും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് എല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ തെളിയുന്ന വരെ ഒന്ന് ഇളക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒരു 3/4 വേവാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ബാക്കി ഈ ഗ്രേവിയിൽ കിടന്നിട്ടാണ് ചിക്കൻ ഇനി വേവാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗ്രേവിയുടെ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തു. അതവിടെ വേവിക്കാൻ വെച്ചു. ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പു, കുറച്ച് ഷാജീര, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിട്ട് വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബസ്മതി അരിയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അരിയുടെ വേവ് 3/4 പരുവം ആകുമ്പോഴത്തേക്കാണ് ഇത് ഊറ്റി എടുക്കാൻ പോകുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അരിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 മുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പനിനീരാണ് ചേർക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ അരി ഒരു 3/4 പരുവം വേവായി വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ദം ഇടാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന റൈസ് ബ്രാൻഡ് എന്ന് പറയുന്നത് കാലാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. നല്ല ലോങ് ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചൂടോടുകൂടി തന്നെ നമ്മൾ അരിയും മസാലയും ചൂടോടുകൂടി തന്നെ ദം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പകുതി അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, അതുപോലെ ഫ്രൈഡ് ഓണിയൻ, മല്ലിയില, പുതിനയില അതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും കൂടെ മുകളിലായിട്ട് തൂവി കൊടുത്തു. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഒന്ന് വിതറി കൊടുത്തു. അങ്ങനെ മുഴുവൻ അരിയും ഇതുപോലെ ചെയ്തിട്ട് ആക്കിയെടുത്തു. അടച്ചു വെച്ചു. ഇനി നമ്മളിത് ദം ചെയ്യാൻ പോവാണ്. അപ്പം ഹോളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വളരെ എളുപ്പത്തിന് ഇതുപോലൊരു സെല്ലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലും. എപ്പോഴും നമുക്ക് മാവൊക്കെ എടുക്കാനായിട്ട് കുറച്ച് പാടല്ലേ, അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു രീതിയാണ്. പിന്നെ ഒരു ദോശക്കല്ല് മീഡിയം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് 25 മിനിറ്റാണ് നമ്മളിത് ദം ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഞാൻ ഈ പാത്രത്തിന് മുകളിലായിട്ട് അലുമിനിയം ഫോയിൽ എടുക്കാത്തത്, അത് സ്ക്രാച്ച് വീഴുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ടേപ്പ് എടുത്തത്. സ്റ്റീൽ പാത്രമൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 25 മിനിറ്റ് നമ്മൾ ദം ചെയ്ത് നമ്മുടെ ബിരിയാണി ഇപ്പം നല്ലതായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അരിക്കൊക്കെ ഒന്നുകൂടെ നീളം വെച്ചിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നോക്കാം. ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവിയും ഒക്കെ ഉള്ളൊരു ബിരിയാണിയാണ്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതും നല്ല ഫ്ലേവർ ഉള്ളതുമായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ റൈത്ത, അതായത് തൈരിൽ വെള്ളരിക്ക, തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള റൈത്തയാണ് സെർവ് ചെയ്തത്. കൂടെ പപ്പടവും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇന്നത്തെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പികൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്